പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനി ഈ ദിവസം നിങ്ങൾക്ക് നൽകാനുള്ള വലിയ വാർത്തയുടെ സമയത്തിലേക്ക് പോവാണ്. ദ ബിഗസ്റ്റിലേക്ക്. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം മോഷണം പോയ സംഭവത്തിൽ ആരോപണ വിധേയനായ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ പുണ്യം പൂങ്കാവനം പദ്ധതിയിലും പണപ്പിരിവ് നടത്തി. ഇതു സംബന്ധിച്ച് ADGP ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. 8 മാസം മുൻപാണ് ശബരിമല കോർഡിനേറ്ററായിരുന്ന ADGP MR അജിത് കുമാർ റിപ്പോർട്ട് നൽകിയത്. വിദേശത്തേക്കടക്കം പണപ്പിരിവ് നടത്തിയെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ന്യൂസ് മലയാളം ദ ബിഗസ്റ്റ്. കൂടുതൽ വിവരങ്ങളുമായി VS അനു നമുക്കൊപ്പം ചേരുന്നുണ്ട്. VS അനു, ഈ ശബരിമലയിൽ മാലിന്യ വിമുക്തമാക്കാനായി നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് പുണ്യം പൂങ്കാവനം പദ്ധതി. അതിലും ക്രമക്കേട് നടത്തിയതാണ് ഈ റിപ്പോർട്ടുകൾ. എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യം, മനസ്സിലാവുന്ന എന്താണ്? സേതു, ശബരിമലയിൽ ഈ പുണ്യപൂങ്കാവനം പദ്ധതി നടപ്പിലാക്കുന്നത് അത് ആദ്യം തുടങ്ങുന്നത് അവിടുത്തെ മാലിന്യങ്ങൾ മാറ്റുക എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു. പിന്നീട് പല കാര്യങ്ങളിലായി അവിടെ വിവിധ കാര്യങ്ങൾ, അത് നല്ല കാര്യങ്ങൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു ശബരിമലയിൽ പുണ്യപൂങ്കാവനം പദ്ധതി പ്രകാരം നടന്നത്. പക്ഷേ അതിൻ്റെ മറവിൽ വലിയ തോതിലുള്ള പണപ്പിരിവ് നടക്കുന്നതായിട്ടുള്ള വിവരം അത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 2025, അതായത് ഈ വർഷം ജനുവരിയിലാണ് അന്ന് കോർഡിനേറ്ററായിരുന്ന ADGP MR അജിത് കുമാർ ഇത് സംബന്ധിച്ച് വളരെ സമഗ്രമായ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. ആ റിപ്പോർട്ടിൽ പറയുന്നത് വലിയ രീതിയിലുള്ള പണപ്പിരിവ് നടക്കുന്നു. ഈ പറയുന്ന ഉണ്ണികൃഷ്ണ പോറ്റി ഉൾപ്പെടെയുള്ളവർ വിദേശത്തടക്കം ഈ രീതിയിൽ പണം പിരിക്കുന്നുണ്ട് എന്ന് പറയുന്ന അതിനിർണായകമായ റിപ്പോർട്ടാണ് ADGP MR അജിത് കുമാർ നൽകിയത്. പക്ഷേ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പുണ്യം പൂങ്കാവനം പദ്ധതി തന്നെ നിർത്തലാക്കാൻ വേണ്ടി ഹൈക്കോടതി പിന്നീട് ഉത്തരവിടുകയും ചെയ്തു. പക്ഷേ അന്ന് ഈ വിവാദ നായകനെ കുറിച്ച് റിപ്പോർട്ട് നൽകിയെങ്കിലും അദ്ദേഹത്തെ ശബരിമലയിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി സർക്കാർ ഇടപെട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച. നമുക്കറിയാം, ഈ പുണ്യപൂങ്കാവനം പദ്ധതിയുടെ നടത്തിപ്പുകാരൻ അന്ന് IG ആയിരുന്ന P വിജയനാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ പറയുന്ന പുണ്യപൂങ്കാവനം പദ്ധതി ശബരിമലയിൽ നടപ്പിലാക്കിയിരുന്നത്. പക്ഷേ അതിൻ്റെ മറവിൽ കോടിക്കണക്കിന് രൂപയുടെ പണപ്പിരിവ്, അത് വിദേശ രാജ്യങ്ങളിൽ നടക്കം പണപ്പിരിവ് നടക്കുന്നു എന്നുള്ള കൃത്യമായ വിവരത്തോടു കൂടിയുള്ള റിപ്പോർട്ടാണ് ADGP MR, അന്ന് അദ്ദേഹമായിരുന്നു ശബരിമല കോർഡിനേറ്റർ, അദ്ദേഹം ഹൈക്കോടതിയിൽ കേരള പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തി വന്നിരുന്ന ഒരു പദ്ധതിയാണ് പുണ്യം പൂങ്കാവനം പദ്ധതി. ഇതിപ്പോൾ പ്രധാനമായിട്ടും ശബരിമലയും അതിന്റെ പരിസരവും അവിടെ മാലിന്യമുക്തമാക്കുക, പ്രത്യേകിച്ച് ഈ ഇരുമുടിക്കെട്ടുകളിൽ പ്ലാസ്റ്റിക്കുകൾ കൊണ്ടുവരുന്നതിലൊക്കെ ഇവർക്ക് ബോധവൽക്കരണം നടത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയായിരുന്നു പുണ്യം പൂങ്കാവനം പദ്ധതിയിലൂടെ ഈ പോലീസ് സേനയും സർക്കാരും ഒക്കെ ഉദ്ദേശിച്ചിരുന്ന ഒരു കാര്യം. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിൽ എങ്ങനെയാണ് ഇടപെടാൻ തുടങ്ങിയത്, എന്ത് പറഞ്ഞാണ് പണപ്പിരിവ് നടത്തിയത്, അത് റിപ്പോർട്ടിൽ പറയുന്നുണ്ടോ? സേതുവിലെ ഏറ്റവും രസകരമായ കാര്യം, ഈ ശബരിമലയിൽ നിന്ന് ഇയാൾ ഈ പറയുന്ന സ്വർണ്ണ പാളി കൊണ്ടുപോയി അത് വലിയ ഏതെങ്കിലും തരത്തിൽ മോഷണം നടത്തിയെന്ന് ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അതിനുശേഷം ഇദ്ദേഹം ദേവസ്വം ബോർഡിന് കത്തയക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഇനിയും കുറച്ച് സ്വർണം ബാക്കിയുണ്ട്, അത് ഉപയോഗിച്ച് ഈ പറയുന്ന നിർദ്ധനരായ യുവതികൾക്ക് വീട് വെച്ച് നൽകാൻ, അല്ലെങ്കിൽ അവർ കല്യാണം നടത്താം എന്നൊക്കെയുള്ള വാഗ്ദാനം, അതിന് വേണ്ടിയിട്ടുള്ള പണപ്പിരിവാണ് ഈ പുണ്യം പൂങ്കാവനം പദ്ധതി പ്രകാരം ഇയാൾ നടത്തിയത്. വിദേശത്ത് നിന്നടക്കം പല അയ്യപ്പ ഭക്തന്മാരിൽ നിന്നും ഇയാൾ പണം പിരിച്ചു. ഇക്കാര്യങ്ങൾ ADGP ആയിരുന്ന MR അജിത് കുമാർ വളരെ വിശദമായി അന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനെ അറിയിക്കുകയും ചെയ്തു. മാത്രമല്ല, ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് MR അജിത് കുമാറിന്റെ റിപ്പോർട്ട് വായിച്ച ശേഷം ഇത് അങ്ങേയറ്റം ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഇക്കാര്യത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി ഒരു നിമിഷം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല, ഇത് നിർത്തലാക്കണം. മാത്രമല്ല, ഇത് നിർത്തലാക്കിയ കാര്യം ദേവസ്വം ബോർഡ് വലിയ പരസ്യം നൽകി അറിയിക്കണം എന്ന് പോലും ഹൈക്കോടതി അന്ന് പറഞ്ഞിരുന്നു. ആ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി അത് സർക്കാരിലേക്ക് എന്തൊക്കെ നടപടികൾ എടുക്കണം എന്ന് കാണിച്ചുകൊണ്ട് ഹൈക്കോടതി സീൽഡ് കവറിൽ തന്നെ റിപ്പോർട്ട് നൽകിയിരുന്നു. പക്ഷേ അതിലൊന്നും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അതായത് ഈ പുണ്യം പൂങ്കാവനം പദ്ധതിയുടെ പേരിൽ 2025 തന്നെ ഈ ഉണ്ണികൃഷ്ണ പോറ്റി എന്ന് പറയുന്ന ദുരൂഹമായി, ഇന്നിപ്പോൾ VN വാസവൻ പറയുന്ന ദുരൂഹ ക്യാരക്ടർ എന്നുള്ളത് നമ്മളിപ്പോഴാണല്ലോ തിരിച്ചറിഞ്ഞതെന്ന് VN വാസവനും PS പ്രശാന്തും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ
2025 ജനുവരിയിൽ തന്നെ എം ആർ അജിത് ഇക്കാര്യങ്ങൾ ഹൈക്കോടതി അറിയിച്ചിരുന്നു. അന്ന് ഇയാളെ മാറ്റി നിർത്തിയിരുന്നെങ്കിൽ പിന്നീട് വീണ്ടും ഇയാൾ ഈ സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുപോകില്ലായിരുന്നു. അങ്ങനെ ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഏതായിരുന്നാലും പുണ്യം പൂങ്കാവനം പദ്ധതിയിലും ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി പണം പിരിച്ചു എന്നതിൻ്റെ കൃത്യമായ റിപ്പോർട്ട് 2025 ജനുവരിയിൽ കോടതിയിൽ നൽകി. 2025 ഫെബ്രുവരി 28-ന് ഈ പദ്ധതി നിർത്തലാക്കിക്കൊണ്ട് ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്തു. അല്ല അനു, ഇത് എന്തുമാത്രം ദുരൂഹമാണെന്ന് ഈ ശബരിമലയിലെ മേൽശാന്തി പോലും അല്ലാത്ത ഒരാൾ, അങ്ങനെ ഒരാളിന് ഈ സർവത്ര കാര്യങ്ങളിലും എങ്ങനെയാണ് ഇടപെടാൻ പറ്റുക? അയാൾ വന്ന് സ്പോൺസർ ആകുന്നു, സ്വർണം പൂച്ചാൻ വേണ്ടി പാളി കൊണ്ടുപോകുന്നു, അതിൽ ക്രമക്കേട് നടത്തുന്നു, പിന്നീട് പാളി കൊണ്ടുപോയി എല്ലായിടത്തും ഒരു മാസം അത് ദുരൂഹമാണത് എവിടെ പോയെന്ന് പോലും അറിയില്ല. പിന്നീട് പലയിടങ്ങളിൽ കൊണ്ടുപോയി അതിൽ പൂജ നടത്തുന്നു, അതിൻ്റെ മേലിൽ പണപ്പിരിവ് നടത്തുന്നു. ഇപ്പോൾ വിവിധ കാര്യങ്ങൾ ശബരിമലയിലെ പോലീസ് തന്നെ നടപ്പാക്കിക്കൊണ്ടിരുന്ന സംഭവമാണ് പുണ്യം പൂങ്കാവനം പദ്ധതി. അതിൽ അദ്ദേഹം ഇടപെട്ടിരിക്കുന്നു, ക്രമക്കേട് നടത്തിയിരിക്കുന്നു. അല്ല, ഇതൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്താണ് VS അനു? സാധാരണക്കാരനായ ഒരു മനുഷ്യന് തോന്നുന്ന ഒരു കാര്യമാണ്, ഇതിൽ ആർക്കും എന്തും ചെയ്യാൻ കഴിയുന്ന ഒരു ഇടമാണോ ശബരിമല? സേതു, നമ്മൾ ഈ ശബരിമലയുമായി പ്രവർത്തിക്കുന്ന വളരെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ഈ വിഷയങ്ങൾ ഉയർന്നു വന്നതിന് ശേഷം ബന്ധപ്പെട്ടിരുന്നു. അന്ന് അവർ തമാശ രൂപേണ പറയുന്നൊരു കാര്യമുണ്ട്, അവിടെ അയ്യപ്പനൊഴികെ ബാക്കി എല്ലാവരും പണം കക്കുന്നുണ്ട് എന്നുള്ള കമൻറ്റുകൾ പറഞ്ഞ വളരെ ഉന്നതരായ ഉദ്യോഗസ്ഥരുണ്ട്. അതുകൊണ്ട് അവിടെ കാലാകാലങ്ങളിൽ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ പേരിൽ, കാലാകാലങ്ങളായി അവിടെ എത്തുന്ന ജീവനക്കാരുടെ പേരിൽ, ഈ പറയുന്ന തന്ത്രിമാരുടെ സഹായികളായി എത്തുന്ന അല്ലെങ്കിൽ പൂജാരിമാരുടെ സഹായികളായി എത്തുന്ന ആളുകളുടെ പേരിൽ സേതു ആലോചിച്ച് നോക്കും. ശബരിമലയിൽ നെയ്യഭിഷേകമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട്. ആ നെയ്യ് കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന അരവണ ഉൾപ്പെടെയുള്ള മറ്റ് നിവേദ്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് ഈ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കുന്നത്. ഇന്നിപ്പോൾ ശബരിമലയിൽ ആ നെയ്യ് കുറവാണ് എന്നതുകൊണ്ട് മിൽമയിൽ നമ്മൾ നെയ്യ് മേടിക്കുകയാണ്. അതായത് ഈ നെയ്യ് എവിടെയാണ് പോകുന്നത് എന്ന് ഞാൻ ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, ഈ ശബരിമലയിലെ തൊട്ടടുത്ത കടകളിൽ നിന്ന് നല്ല നെയ്റോസ്റ്റ് കഴിക്കാറുണ്ടോ, അത് മനസ്സിലാക്കും എന്നുള്ളതാണ്. അതായത് വളരെ ഗുരുതരമായ വെട്ടിപ്പുകൾ അവിടെ അയ്യപ്പനൊഴികെ ബാക്കി എല്ലാവരും നടത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ പറയുന്ന സംശയമുള്ളത്. ഇപ്പം ഈ അനു പറയുന്ന പോലെ അയ്യപ്പൻ ഒഴികെ ഇനിയിപ്പം അയ്യപ്പനെ നോക്കിയാൽ അറിയാം അയ്യപ്പൻ അവിടെ നമ്മളൊക്കെ കാണുന്ന അയ്യപ്പൻ തന്നെയാണോ, അതോ ഇനി അയ്യപ്പനെയും കൊണ്ടുപോയിട്ട് വേറെ ഏതെങ്കിലും ഒരു അയ്യപ്പനെ അവിടെ വച്ചിരിക്കുകയാണെന്നുള്ള കാര്യവും അറിയില്ല. പറഞ്ഞു പോവുകയാണ്. കാരണം ശബരിമലയിൽ നിന്ന് വരുന്ന ഓരോ വാർത്തകളും അത്രമേൽ നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്നതാണ്. കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാൾ, അയാൾ അവിടെ വെറും ഒരു ഈ സഹായിയായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അയാളാണ് ഈ കാര്യങ്ങളൊക്കെയും അയാളുടെ പേരാണ് വന്നുകൊണ്ടിരിക്കും. ഇപ്പം അന്വേഷണം നടക്കുന്ന ഒരു കാര്യത്തിൽ ആധികാരികമായി നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി തെറ്റുകാരനാണോ അല്ലയോ എന്ന് പോലും നമുക്കറിയില്ല. പക്ഷേ വിവാദങ്ങളിൽ പേര് കേൾക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേതാണ്. അയാൾ അവിടുത്തെ ഒരു സഹായിയായിട്ടുള്ള ഒരാളിന് അവിടുത്തെ സ്വർണ്ണപ്പാളിയിൽ ബന്ധം, അവിടുത്തെ സ്പോൺസർ ആകുന്നു, ഈ പാളികളും കൊണ്ട് മുഴുവൻ സഞ്ചരിക്കുന്നു. 1.5 മാസം അത് കാണാൻ കിട്ടുന്നില്ല. അത് എവിടെയൊക്കെയോ കൊണ്ടുപോയി പൂജകൾ നടത്തി ആളുകളിൽ നിന്നും പണപ്പിരിവ് നടത്തുന്നു, തേങ്ങ വരുന്നതിൽ ക്രമക്കേട് നടത്തുന്നു, അതിനുശേഷം നെയ്യിൽ ക്രമക്കേട് നടത്തുന്നു, ഇപ്പോൾ പുണ്യം പൂങ്കാവനം എന്ന് പറയുന്ന പദ്ധതിയിൽ പോലും ക്രമക്കേട്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും എന്തുമാകാം എന്നൊരു സ്ഥിതി ശബരിമല പോലൊരു ഇത്രയും സുരക്ഷയുള്ള, ഇത്രയും ഭക്തരെത്തുന്ന ഒരു ക്ഷേത്രത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് ആരുടെയൊക്കെ പിടിപ്പുകേടാണ് എന്നുള്ള കാര്യത്തിൽ ദേവസ്വം വിജിലൻസിന്റെ ഇന്നത്തെ അന്തിമ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുന്ന ഒരു ദിവസം കൂടിയാണല്ലോ. നോക്കാം എന്തൊക്കെയാവും അതിലെ നിർണായകമായ കണ്ടെത്തലെന്നും കോടതി ഈ വിഷയത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും. VS അനുവാണ് ഈ വലിയ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. നമുക്ക് ഇനി